ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പതാക, ബാനർ, കൊടിമര ജാഥകൾ സംഘടിപ്പിക്കും. പതാക ജാഥ 31-ന് കയ്യൂരിൽ നിന്നും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും. പതാക, ബാനർ, കൊടിമര ജാഥകൾ സെപ്റ്റംബർ 3-ന് ആലപ്പുഴയിൽ എത്തും. സെപ്റ്റംബർ 8 മുതൽ 12 വരെയാണ് സംസ്ഥാന സമ്മേളനം. ആലപ്പുഴയിൽ സെപ്റ്റംബർ 8-ന് തുടങ്ങി 12-ന് സമാപിക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പതാക, ബാനർ, കൊടിമര ജാഥകൾ നടത്തും. പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ വേദിയാവുകയാണ്. സെപ്റ്റംബർ മാസം 8 മുതൽ 12 വരെയുള്ള തീയതികളിലായി ആലപ്പുഴയിൽ ചെയ്യുന്ന സംസ്ഥാന സമ്മേളനം നിരവധിയായ അനുബന്ധ പരിപാടികളും സമ്മേളനങ്ങളും കലാപരിപാടികളും കായിക പരിപാടികളും എല്ലാമായി ഒരു വലിയ സമ്മേളനമാക്കി ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഒരു പരിപാടിയാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ മാറ്റിയിരിക്കുകയാണ്. പാർട്ടി സമ്മേളനം പാർട്ടി അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന, പാർട്ടി അനുഭാവികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് മാറി വിവിധ വിഷയങ്ങളുമായുള്ള ചർച്ചകളും സംവാദങ്ങളും വിവിധ വിഭാഗം ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സമ്മേളനങ്ങളും മത്സരങ്ങളും ആഘോഷങ്ങളുമെല്ലാം സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളത് ആലപ്പുഴയിൽ ചേരുന്ന CPI സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനോടകം തന്നെ നിരവധിയായ സെമിനാറുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. വനിതകളുടെ വിഷയങ്ങൾ, പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വനിതാ സെമിനാർ അരൂരിൽ സംഘടിപ്പിച്ചത്. തുടർന്ന് തൊഴിലാളി സംഗമം ആലപ്പുഴയിൽ ചേർന്നു. തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്തത് AITUസിയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ സഖാവ് സുബ്ബരായനാണ്. വനിതാ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് സഖാവ് ആനി രാജയാണ്. ദളിത് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള സെമിനാർ മാവേലിക്കരയിലാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ ശ്രദ്ധേയനായ ന്യായാധിപൻ ജസ്റ്റിസ് ചന്ദ്രുവാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. യൂത്ത് കോൺക്ലേവ് ഹരിപ്പാട് മണ്ഡലത്തിലാണ് നടന്നത്. കർണാടക സംഗീത വിദഗ്ധൻ മാക്സിസെ അവാർഡ് ജേതാവ് TM കൃഷ്ണയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇതെല്ലാം കേവലമായ പാർട്ടി അംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടികൾ എന്നതിനപ്പുറത്തേക്ക് മാറി പാർട്ടിക്ക് പുറത്തുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഇടങ്ങളായി മാറി. ഈ ജാഥകൾ സെപ്റ്റംബർ 3-ന് ആലപ്പുഴയിൽ എത്തിച്ചേരും. പതാക ജാഥ 31-ന് കയ്യൂരിൽ നിന്നും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യുന്നതോടെയാണ് ആരംഭിക്കുന്നത്. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രനാണ് ജാഥ നയിക്കുന്നത്. ദീപ്തി അജയ്കുമാർ വൈസ് ക്യാപ്റ്റനും ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഡയറക്ടറുമായിരിക്കും. ബാനർ ജാഥ സെപ്റ്റംബർ 1-ന് 5 മണിക്ക് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കും. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം നിർവഹിക്കും. മഹിളാ സംഘം സംസ്ഥാന പ്രസിഡന്റ് P വസന്തമാണ് ജാഥ നയിക്കുന്നത്. R ലതാദേവി വൈസ് ക്യാപ്റ്റനും KK അഷ്റഫ് ഡയറക്ടറുമായിരിക്കും. കൊടിമര ജാഥ സെപ്റ്റംബർ 2-ന് 5 മണിക്ക് ശൂർനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കും. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിക്കും. കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ ജാഥ നയിക്കും. AISF സംസ്ഥാന സെക്രട്ടറി A അധിനാണ് വൈസ് ക്യാപ്റ്റൻ. 3 ജാഥകളും ആലപ്പുഴ ജില്ലയിൽ എത്തുമ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 അനുബന്ധ പതാക ജാഥകൾ അനുധാവനം ചെയ്യും. അന്ന് വൈകിട്ട് 6 മണിക്ക് പൊതുസമ്മേളന നഗറായ കാനൻ രാജേന്ദ്രൻ നഗറിൽ PK മേദിനി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖാ പ്രയാണം സെപ്റ്റംബർ 9-ന് 2 മണിക്ക് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കും. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുണാണ് ജാഥ നയിക്കുന്നത്. പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്ന സെപ്റ്റംബർ 10-ന് രാവിലെ 10 മണിക്ക് കാനം രാജേന്ദ്രൻ നഗറിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങും. തുടർന്ന് KR ചന്ദ്രമോഹൻ പതാക ഉയർത്തും. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ആഗസ്റ്റ് 31 മുതൽ ആലപ്പുഴ ബീച്ചിൽ സാംസ്കാരികോത്സവവും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി P പ്രസാദ്, ജനറൽ കൺവീനർ TJ ആഞ്ചലോ, CPI ജില്ലാ സെക്രട്ടറി S സോളമൻ, സ്വാഗത സംഘം ട്രഷറർ PV സത്യനേശൻ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ TT ജിസ്മോൻ, പബ്ലിസിറ്റി കൺവീനർ സനൂപ് കുഞ്ഞുമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.